നാടകമെന്ന് കേട്ടാൽ കാസർഗോഡ് ചെറുപുഴ തിരുമേനിയിലെ ഇമ്മാനുവലേട്ടൻ എല്ലാം മറക്കും. നാടകം കാണാൻ കിലോമീറ്ററുകൾ യാത്ര ചെയ്തെത്തും. 50 വർഷത്തിലേറെയായി നാടകം തേടി അലയുന്ന ഇമ്മാനുവലേട്ടൻ എന്ന നാടകാസ്വാദകനെ പരിചയപ്പെടാം. ഈ അരങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അടുത്ത ബില്ലിന് ശേഷം അടുത്ത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും നാടകം തട്ടിൽ കയറുന്നുണ്ടെന്നറിഞ്ഞാൽ മലയോര മേഖലയായ തിരുമേനിയിൽ നിന്ന് പുറപ്പെട്ട ഇമ്മാനുവലേട്ടൻ വളരെ നേരത്തെ തന്നെ എത്തും. മുൻനിരയിൽ തന്നെ സീറ്റ് ഉറപ്പിക്കും. അരനൂറ്റാണ്ട് പിന്നിട്ടു 71കാരന്റെ അരങ്ങിൽ നിന്നരങ്ങിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ട്. 14-ാം വയസ്സിൽ തൊടുപുഴയിൽ നിന്ന് മാതാപിതാക്കൾക്കൊപ്പം കുടിയേറിയെത്തിയതാണ് തിരുമേനിയിൽ. മലബാറിലെത്തിയതോടെ ഉത്സവപ്പറമ്പുകളിൽ നിന്ന് നാടകം കണ്ടുകണ്ടാണ് ഇഷ്ടം കൂടിയത്. നാടകവേദികൾ സജീവമായി തുടങ്ങിയാൽ ഇമ്മാനുവലേട്ടന്റെ നാടകയാത്ര തുടങ്ങും. ദൂരങ്ങൾ താണ്ടി നാടകം കാണാനെത്തും. നാടകം കണ്ട ശേഷം കലാകാരന്മാർക്കൊപ്പം നാടകവണ്ടിയിൽ കയറി യാത്ര ചെയ്തും മറ്റേതെങ്കിലും വാഹനങ്ങളിലുമായി പയ്യന്നൂരിലെത്തും. രാത്രി പത്രക്കെട്ടുമായി എത്തുന്ന വാഹനത്തിൽ കയറി പുലർച്ചെ വീട്ടിലെത്തി 2 മണിക്കൂർ ഉറക്കം. രാവിലെ അനിയന്റെ തോട്ടത്തിൽ ജോലിക്ക് കയറും. വൈകുന്നേരം അടുത്ത നാടകം തേടിയുള്ള യാത്ര. അന്ന് വീട്ടിലുള്ളവർക്കൊന്നും അറിയത്തില്ല നാടകത്തിനാ പോകുന്നതെന്നൊന്നും. ഞങ്ങൾ 9 ചേട്ടനിയന്മാരാണ്. നാടകം കണ്ട് അവരുടെ അടുത്തുനിന്ന് ഭക്ഷണം കഴിച്ച് അവരുടെ വണ്ടിക്ക് ഞാൻ പയ്യന്നൂർ എത്തും. നാടക വണ്ടിക്ക് അവിടുന്ന് 2:50 പേപ്പർ വണ്ടിയുണ്ട്. സ്വന്തം ജീവിതത്തോടെന്ന പോലെ ഇമ്മാനുവലേട്ടൻ നാടകങ്ങളോട് ഇഷ്ടം കൂടാനുള്ള കാരണം ഇതാണ്. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ടുള്ള നാടകങ്ങൾക്ക് നല്ല കഥകളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ സ്പർശിക്കുന്ന കഥകളാണ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം എന്നാന്ന് വെച്ചാൽ ചെറുപ്പക്കാർ ഇത് കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. വർഷങ്ങളായി നാടക കലാകാരന്മാരും അണിയറ പ്രവർത്തകരുമായി അടുത്ത ബന്ധമുണ്ട്. ഇമ്മാനുവലേട്ടനെ പോലുള്ള ആസ്വാദകരാണ് നാടകങ്ങളെ സജീവമായി നിലനിർത്തുന്നതെന്ന് നാടകരചയിതാവും സംവിധായകനുമായ സഹീർ അലി പറഞ്ഞു. ഇമ്മാനുവലേട്ടനെ പോലെയുള്ള നിരവധിയായ ആളുകൾ ഇന്ന് കേരളത്തിൽ സജീവമായി എല്ലാ നാടകോത്സവ സ്ഥലങ്ങളിലും നാടകം കാണാൻ വേണ്ടി ഇത്തരത്തിലുള്ള വലിയൊരു സമൂഹം, ഇത്തരത്തിൽ മലബാർ പ്രദേശത്ത് ഒരുപാടായ ആളുകൾ ഇന്ന് ഇങ്ങനെ തടിച്ചുകൂടുന്ന ഒരവസ്ഥയാണ്. കഴിഞ്ഞ വർഷം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 9 നാടകോത്സവങ്ങളിൽ പങ്കെടുത്തു. 30 മുതൽ 50 വരെ നാടകങ്ങൾ ഒരു വർഷം കാണാറുണ്ട്. നാടകം തേടിയുള്ള യാത്ര കഴിയാവുന്ന കാലം വരെ തുടരുമെന്ന് ഇമ്മാനുവലേട്ടന്റെ വാക്ക്. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം ഭാര്യയൊക്കെ പറയും പോകണ്ടെന്നൊക്കെ. മക്കൾ പ്രായമായപ്പോഴും പറയും. നമ്മളിതൊന്നും കേൾക്കുന്ന പരിപാടിയില്ല, ഒന്നുമില്ല. അപ്പോൾ അവർ ഞാൻ പറയും വീട്ടിൽ കടന്നോളുക, നമ്മൾ പോവും. പിന്നെ അവർ പറയാനൊന്നുമില്ല. ഇപ്പം ആരും അങ്ങനെ പറച്ചിലുമില്ല. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.